പാണക്കാട്ടെ തങ്ങൾമാർ ആൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് സാറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയാമോ അവരെക്കുറിച്ച്? മോശമല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റും. അതെന്ത്? എന്തുകൊണ്ട് എന്നുള്ള കാര്യം പറയാം. അല്ല, അവർ ഈ ആൾ ദൈവങ്ങൾ സാധാരണ കാണിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാറില്ല. ഉണ്ട്. നിങ്ങൾക്ക് അവരെ പരിചയമില്ലാഞ്ഞിട്ടാണ്. ഉണ്ടോ? അവർ ജപിച്ചിട്ട് അരിമണിയും കുരുമുളകും കൊടുക്കും, 1 രൂപയും കൊടുക്കും. ഇവരെ കാണാൻ വേണ്ടി വരുന്നവർക്ക് ആധിയുമുണ്ട് വ്യാധിയുമുണ്ട്. മനസ്സിലായില്ല. ആധി എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, അതുണ്ട്. സൈക്കോളജി. വ്യാധി എന്ന് പറഞ്ഞാൽ രോഗം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വന്ന് കാണുന്നവരുണ്ട്. പരിഹരിക്കുന്ന പരിപാടി ഉണ്ട്. ഇവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം രണ്ടാമതാണ് വരുന്നത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അവർ രാഷ്ട്രീയക്കാരായത്. ഞാൻ അതിനു മുമ്പുള്ള കാര്യം മുതലാണ് പറയുന്നത്. എനിക്കത് പുതിയ അറിവാണ്. ഈ പാണക്കാട് തങ്ങൾമാർ എന്ന് പറയുന്നത് ഇവർ സത്യത്തിൽ മലയാളികളല്ല. മലയാളികളല്ലേ? അല്ല അല്ല, മലയാളം പറയുമല്ലോ. മലയാളം പറയും. അവർ മലയാളത്തിൽ, കേരളത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ തലമുറകളായിട്ട് അവർ കേരളത്തിലുണ്ട്. പിന്നെ ഇവിടുത്തെ പക്ഷേ അവർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവരുടെ കക്ഷി സയ്യിദ് അലി അൽ ഷിഹാബ്ദീൻ, പേര് ശ്രദ്ധിക്കരുത്, സയ്യിദ് അലി അൽ ഷിഹാബ്ദീൻ 1768 വളപട്ടണത്ത് കപ്പലിറങ്ങി. അദ്ദേഹം വരുന്നത് യമനിൽ നിന്നാണ്. അക്കാലത്ത് യമനിൽ നിന്ന് ധാരാളം പേര് ഈ വളപട്ടണത്ത് കപ്പലിൽ വരുമായിരുന്നു. ഇനി ഇദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നൊരു ചോദ്യമുണ്ടല്ലോ. കാരണം അദ്ദേഹം വരുന്നത് അഭയാർത്ഥിയായിട്ടാണ്. അല്ല, കച്ചവടത്തിനൊന്നുമല്ല. ആ കൂട്ടത്തിൽ കൂടി ഇദ്ദേഹത്തിന് അറബി പാരമ്പര്യമുണ്ട്. പിന്നെ കാശില്ലാതെ എന്ത് കച്ചവടം? കാശ് വേണ്ട കച്ചവടം. രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അതെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാഖിലെ ബസ്ര എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു. ഇറാഖിലെ ബസ്ര. അവിടെ നിന്ന് ഇവരെ 10-ാം നൂറ്റാണ്ടിൽ മദീനയിലെത്തി. സൗദിയിൽ, ഇന്നത്തെ സൗദി മദീനയിലെത്തി. അപ്പോൾ ബസ്രയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് നേരെ മദീനയിലേക്ക്. ആ 10-ാം നൂറ്റാണ്ടിൽ മദീനയിലെ വലിയ ഒരു കലാപം നടന്നു, ഇസ്ലാമിക കലാപം. അത് ഖുർമിദ തീവ്രവാദികളാണ് നടത്തിയത്. അന്ന് ഇസ്ലാം ഉണ്ടോ ആ സമയത്ത്? പിന്നെ ഇസ്ലാം ഉണ്ടല്ലോ. പിന്നെ 10-ാം നൂറ്റാണ്ടല്ലേ, 3 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ അവിടെയുണ്ട്. ഇസ്ലാമിൻ്റെ ശൈശവകാലം ഒന്നുമില്ല. ഒരു 30,000 പേരെ കൊന്ന്. 30,000 പേരെ അത്രേ ഉള്ളൂ. ചെറിയ. ആരെയാണ് കൊന്നതെന്നും കൂടി നിങ്ങൾ അറിയണം. അവിടെ മക്കയിൽ ഹജ്ജ് തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരുന്ന 30,000 പേരെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയാണ് ചെയ്ത്. മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും. മുസ്ലിങ്ങൾ തന്നെ. അത് ശരി. ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മളെ തന്നെ തട്ടും. മുസ്ലിങ്ങൾ തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്ത്. അവിടെ ഒരു സംസം കിണറുണ്ട്, ഇപ്പോഴും അറിയാം നിങ്ങൾക്ക്. കേട്ടിട്ടുണ്ട്. സംസം കിണറിൽ നിന്ന് ജലം കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ മൃതദേഹം അതിനകത്തേക്ക് തള്ളി. ആ കിണറിലെ വെള്ളമാണോ? ആ കിണറിലേക്ക്. പിന്നെ അത് അന്നല്ലോ ഇത്രയും നൂറ്റാണ്ട് ഇപ്പോൾ ഏറ്റവും പ്യൂരിഫൈ ചെയ്ത് ഏറ്റവും ആധുനികമായ കിണറാണ്. അല്ല, അത് അന്ന് തള്ളി. പിന്നെ ചെയ്ത ഒരു ചെറിയ കാര്യവും കൂടിയുണ്ട്, അതും കൂടി പറയണമല്ലോ. മൃതശരീരങ്ങൾ റോട്ടിൽ ചിതറിക്കിടന്ന് പുഴുത്തു നാറി ചീഞ്ഞളിഞ്ഞ്. ഇവർക്കൊരു മാന്യമായ ഖബറടക്കം പോലും കൊടുത്തില്ല. ഒരു സംശയം ചോദിക്കട്ടെ, ആരാണ് ഇവരെ കൊന്നത്? എന്തിനാണ് കൊന്നത്? അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ തേടിപ്പോകുമ്പോൾ ഈ പ്രവാചകൻ്റെ മരണ ദിവസം സംഭവിച്ചൊരു കാര്യമുണ്ട്. പ്രവാചകൻ്റെ അമ്മായിയപ്പൻ, ഭാര്യയുടെ അച്ഛൻ അബൂബക്കർ, പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ് അലി. അപ്പോൾ മരിച്ച പ്രവാചകനെ ഖബറടക്കുന്നതിന് വേണ്ടി അലി ഖബർസ്ഥാനിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കാണുന്നത് അബൂബക്കർ ഖലീഫയായിട്ട് സ്വയം അവരോധിച്ചിരിക്കുന്നതാണ്.
അന്ന് തുടങ്ങിയാണ് സുന്നി ഷിയ പ്രശ്നം അല്ലേ? അന്ന് ഒടുങ്ങി സുന്നി ഷിയ പ്രശ്നം. ഷിയാക്കൾ ഫോളോ ചെയ്യുന്ന അലിയാണ്, സുന്നികൾ മറ്റവരെയും. പക്ഷേ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലിയാണ് ഒന്നാമത്തെ ഖലീഫ. കാരണം മറ്റേ ആൾ നിയമവിരുദ്ധമായി സ്ഥാനം ഏറ്റെടുത്ത ആളാണെന്നാണ് പറയുന്നത്. ഈ വഴക്കിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കുർമതി എക്സ്ട്രീമിസ്റ്റുകൾ ഇത് ചെന്നത്. വേറെയും കാരണങ്ങൾ ഉണ്ട്. ഇതും ആണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അല്ല, ഇതിൻ്റെ പേരിലാണല്ലോ ലോകത്തെമ്പാടും ഷിയകളും സുന്നികളും ഇപ്പോഴും ഫൈറ്റ് ചെയ്തു. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ പിന്നാമ്പുറത്തും ഷിയ സുന്നി വൈരാഗ്യത്തിൻ്റെ അലയൊലികളുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ കാര്യം ആക്കുന്നതിലും ഈ എവിടെയൊക്കെ ഷിയാക്കളുണ്ടോ അവരെയൊക്കെയാണ് ഇവർ. അല്ല, ഇവിടെ ഇറാൻ ഷിയാണ് സുന്നികളെ ആക്രമിക്കുകയാണ്. സുന്നികൾ അവരെ ആക്രമിക്കും. ഇറാൻ പ്രശ്നത്തിൻ്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ പ്രവാചകൻ്റെ തലമുറയിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെട്ടു. അബൂബക്കർ അത് തന്നെ അവകാശപ്പെട്ടു, അലിയും അത് തന്നെ അവകാശം ആണല്ലോ. രണ്ടുപേരും, ഒരാൾ മരുമകനും ഒരാൾ മകളുടെ ഭർത്താവ്. അല്ലെങ്ങനെയാണ് പ്രവാചകനുമായിട്ട് എന്ത് ബന്ധം? മകളുടെ ഭർത്താവാണെന്ന് പറയാം. മകളുടെ ഭർത്താവുള്ള ബന്ധമല്ലേ ഉള്ളൂ. മകനൊന്നുമല്ലല്ലോ, മകളുമല്ല, മകളുടെ ഭർത്താവല്ലേ. അയാൾക്കുണ്ടാക്കുന്ന കുട്ടികളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം. ബഹുമാനപ്പെട്ട അലിയെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയിൽ ഖലീഫയായി അവരോധിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അലി പിന്നീട് ഖലീഫയായോ? ഖലീഫയായി, 4ാം ഖലീഫ അലിയായി. ശരി, അലിയെ വെട്ടിക്കൊന്നു. അതിനെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് പള്ളിയിൽ വെച്ചല്ല, പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് റോട്ടിൽ വെച്ചാണ് വെട്ടിക്കൊന്നത് എന്നും പറയുന്നുണ്ട്. അല്ല, പള്ളിയിൽ വെച്ചാണെന്നും പറയും. ഇതാണ് 2 അഭിപ്രായങ്ങൾ. തർക്കം ഇതിലാണ് നിൽക്കുന്നത്. വെട്ടിക്കൊന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇതിൽ തർക്കമുണ്ട്. അങ്ങനെ വെട്ടിക്കൊന്നു. അപ്പോൾ ഈ പ്രവാചക പാരമ്പര്യത്തിൽപ്പെട്ടവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ പൂർവികർ അവരിൽ നിന്നാണ് യമനിലേക്ക് കുടിയേറുന്നത്. അപ്പോൾ ബസ്രയിൽ നിന്ന് മദീന, മദീനയിൽ നിന്ന് യമൻ. യമനിലും ഇവർക്ക് സ്വസ്ഥത കിട്ടിയില്ല. ഇവർക്ക് അവിടെ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഷിഹാബ്ദീൻ, അദ്ദേഹം അറബി ഭാഷ അറിയാമായിരുന്നു, ഖുറാൻ അറിയാമായിരുന്നു, അത്യാവശ്യം മതവിജ്ഞാനം ഉണ്ടായിരുന്നു. അദ്ദേഹം കപ്പലിൽ കയറിയിട്ട് എവിടെ വന്നു? വളപട്ടണത്ത് വന്നിറങ്ങി. അപ്പോൾ ഈ വന്ന ആൾ ഷിയ ആണോ സുന്നിയാണോ? വന്ന ആൾ സുന്നി. ഇദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഷിഹാബ്ദീൻ പിന്നീട് വരുന്നുണ്ട്. അദ്ദേഹം 1 നൂറ്റാണ്ടിന് ശേഷം വേറൊരു ഷിഹാബ്ദീനും വരുന്നുണ്ട്. ഇവരൊക്കെ ആദ്യം താമസിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപട്ടണത്തിൻ്റെ പ്രദേശത്താണ്. പിന്നീടാണ് സുന്നി മുസ്ലിങ്ങൾ കൂടുതലുള്ള മലപ്പുറത്തേക്ക് ഇവർ വരുന്നതും. അത് മലപ്പുറത്തുള്ള സുന്നി മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തദ്ദേശീയരെ മതം മാറ്റിയെടുത്ത മുസ്ലിംസായിരുന്നു. അവർക്ക് ഈ അറബിയും ബാക്കി കാര്യങ്ങളൊന്നും കാര്യമായ പരിജ്ഞാനം. പ്രത്യേകിച്ച് 921 ശേഷമൊക്കെ വന്നിരിക്കുന്നത് മുഴുവൻ തദ്ദേശീയ മതം മാറി. അല്ല, അതിന് മുൻപ് ഞാൻ വന്നത് സമീപകാലത്ത് എന്ന് പറയുമ്പോൾ, അതെ. അപ്പോൾ അതിന് ഹിന്ദുക്കളൊക്കെ ആളുകളെ മതം മാറ്റി. അതിന് മുൻപുള്ള കാലത്തും ഇപ്പം മറ്റെന്താണ്, ഈ മാപ്പിള ലഹളയിൽ പങ്കെടുത്തൊരു കക്ഷിയില്ലേ, വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ വാപ്പ പോത്തുംവണ്ടിക്കാരനായിരുന്നു, ഇദ്ദേഹവും പോത്തുംവണ്ടിക്കാരനായിരുന്നു. അതുപോലെ ഇവർക്കും അങ്ങനൊരു ബന്ധമുണ്ട്. ഇവരുടെ പരമ്പരയിൽപ്പെട്ട കുറച്ച് പേര് ഒട്ടകത്തെ തെളിച്ച് നടന്നിട്ടുണ്ട്, അതിൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ പശ്ചാത്തലം. അങ്ങനെ ഇവർ വലിയ സമ്പന്നരോ വലിയ വ്യാപാരികളോ വ്യവസായികളോ അല്ല. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ നേതാക്കളായി മാറുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആത്മീയ ആചാര്യന്മാരായിട്ട് മാറി. ആ ആത്മീയ ആചാര്യന്മാരായിട്ട് മാറിയ ഇവരാണ് ജപിച്ചു കൊടുക്കുന്നത് തുടങ്ങിയത്. പാണക്കാട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, രാവിലെ ഒരു 10-200 പേര് വന്നിട്ടുണ്ടാകും. ഈ സാധാരണക്കാർ, വളരെ സാധാരണക്കാർ, അവർ മുസ്ലിങ്ങൾ, അവർ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയും. ഇവർ അപ്പോൾ ഇത് നോക്കുക, അതെല്ലാം കേട്ടതിന് ശേഷം ഇങ്ങനെ എന്തോ അറബിയിൽ ഉച്ചരിച്ചതിന് ശേഷം ഈ കുരുമുളകും അരിയും ഏതെങ്കിലും ഒരു സാധനം എടുത്ത് കൊടുക്കും, ഒരു 8 രൂപയും കൊടുക്കും. അതോടുകൂടി അവൻ്റെ ആധിയും മാറുന്നുണ്ട്, വ്യാധിയും മാറുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇവരോട്
ഒരു ആരാധനയും അടുപ്പവും ഉണ്ട്. ഇതിന് മലയാളത്തിൽ പറയുന്ന പറയുന്നൊരു വാക്കാണ് ആൾദൈവം. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന് മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ് ആൾദൈവം. ഞാൻ ഇതിനെതിരല്ല, ഒരിക്കലും എതിരല്ല. അല്ല, ആളുകൾക്ക് സമാധാനവും ആളുകൾക്ക് അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ആധിയും വ്യാധിയും മാറും എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു മഹത്തായ സേവനമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശ്വാസമല്ലേ. പക്ഷെ അപ്പോൾ എനിക്ക് ഒറ്റ ചാദ്യമുള്ളൂ, ഇവിടെ ചെയ്യുന്നത് നല്ല കാര്യം, ഹിന്ദുക്കളിൽപ്പെട്ടവർ ചെയ്തു കഴിഞ്ഞാൽ മോശം കാര്യം. അത് വേണ്ട, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അങ്ങനെ താങ്കളോ ആരും ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ? ഉണ്ടല്ലോ. എപ്പോൾ പറഞ്ഞു? ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? അതായത് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ മാപ്പ് ഉണ്ടാക്കിയപ്പോൾ അമൃതാനന്ദമയി മഠത്തെ കൂടി ഉൾപ്പെടുത്തിയതിനെ വിമർശിച്ചുകൊണ്ട് KM ഷാജി എന്ന് പറയുന്ന അവരുടെ മന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അമൃതാനന്ദമയിയെയും ആൾ ദൈവങ്ങളെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയിയുടെ അടുത്തൊന്നും ആരും പോകാൻ പാടില്ല, മന്ത്രിമാർ വിശേഷിച്ച് പോകാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത് പോകാം, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഞാൻ തങ്ങൾക്കെതിരല്ല. തങ്ങളുടെ അടുത്ത് പോയിട്ട് ഈ തങ്ങൾ ജപിച്ചു കൊടുക്കുന്ന അരിമണിയും പിന്നെന്താണ് കുരുമുളകും വാങ്ങിക്കുമ്പോൾ അത് ഒറ്റ രൂപയും വാങ്ങിച്ചു പോകുന്നവന് അതിൻ്റെ പേരിൽ മനസമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടൊരു ദോഷവും ഇല്ല. പക്ഷെ അത് മഹത്തായ കാര്യമാണ്. ഇത് മോശമാണ് എന്ന് പറയുന്ന ആ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ തങ്ങൾ മര്യാദക്ക് നിർത്തണം. അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ മറ്റ് മതങ്ങളെ ദുഷിക്കുന്നതിന് വേണ്ടി വരരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വിവേകം. അല്ല, അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? സെമിറ്റിക് മതങ്ങളെല്ലാം അങ്ങനെയല്ലേ? അല്ല, മറ്റു മതങ്ങളെ ദുഷിക്കുക, മറ്റു മതങ്ങൾ ശരിയല്ല. അല്ല, അത് പറഞ്ഞാൽ തിരിച്ചു പറയും. അപ്പം പിന്നെ തിരിച്ചു പറയുമ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് പിന്നെ ഇത്? അത് ശരിയാണ്. കാരണം ഇവിടെ എല്ലാവരും പറയും പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ല. അല്ല, ഹൂ ഈസ് ഹി ആഫ്റ്റർ ഓൾ? ഒരു രാഷ്ട്രീയ നേതാവുമ്പോൾ രാഷ്ട്രീയ നേതാവാണ്. അത് എപ്പോഴാണ് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരികയും മുസ്ലിം ലീഗിന് രാഷ്ട്രീയ അധികാരം കിട്ടുകയും ചെയ്യപ്പോഴാണ് ഇവർ മുസ്ലിം ലീഗിൽ കടന്നുകൂടിയത്. മുസ്ലിം ലീഗിനെ വളർത്തി വലുതാക്കിയത് ആരാണെന്നറിയാമോ? സാധാരണക്കാരൻ്റെ പാർട്ടിയാക്കി മുസ്ലിം ലീഗിനെ മാറ്റിയത് CH മുഹമ്മദ് കോയാണ്, തങ്ങൾമാരല്ല. പിന്നെ തങ്ങൾമാരുടെ കയ്യിലാണല്ലോ തങ്ങൾമാർ ഇതിനകത്ത് വന്നു കൂടി തങ്ങൾമാരെ ഏറ്റെടുത്ത് അവരങ്ങ് ഇതിൻ്റെ പ്രമാണി. തുടക്കം മുതലേ ഇവരില്ല. തുടക്കം മുതൽ എവിടെയാണ് ഇവർ വരുന്നത്? രാഷ്ട്രീയ അധികാരം കിട്ടിയതിന് ശേഷമാണ് വരുന്നത്. മുസ്ലിം ലീഗ് അന്നില്ലേ? മുസ്ലിം ലീഗ് 47 ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് സാർ, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പേര്, പക്ഷേ അതിലെ സർവാധികാരി നാഷണൽ പ്രസിഡന്റ് അല്ല, സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മറ്റേ തങ്ങളാണ്. തങ്ങൾ പറയുന്നതാണ് അവസാന വാക്ക്. അതെന്താണ്? തങ്ങൾ ഞങ്ങളുടെ മതത്തിൻ്റെ ആചാര്യനാണ്. അപ്പം മതാചാര്യനായ തങ്ങൾ പറയുന്നത് അവസാന വാക്കായിട്ട് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിന് ആയിക്കോ. എന്നിട്ട് അവർ മതേതര പാർട്ടിയാണെന്ന് പറയുകയും ചെയ്യും. അതും ആയിക്കോട്ടെ. അതങ്ങനെ പക്ഷേ മറ്റ് മതങ്ങളെ മനസ്സിലായി, മറ്റ് മതങ്ങളെ ദുഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് അവരുടെ നേതാക്കന്മാരെയും അണികളെയും ഇറക്കി വിട്ടാൽ തങ്ങൾ പെരുവഴിയിൽ വിസ്തരിക്കപ്പെടും എന്ന കാര്യം അവരും ഓർത്തിരിക്കണം. ഒരു മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏതായാലും ഇത് പുതിയ അറിവാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പുതിയ അറിവുകൾ നമ്മുടെ ചാനലിലൂടെ അദ്ദേഹം കൈമാറുന്നുണ്ട്. ശരിക്കും പലരും എന്നോട് പറയാറുണ്ട്, രാധാകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പഴയ മഹാരാജസിലെ ക്ലാസ് മുറിയിലിരിക്കുന്ന പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും ഒരു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പണ്ഡിതനും വാഗ്മിയും സർവോപരി ഗുരുഭൂതനുമാണ് രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നത് മറക്കാതെ ചെയ്യണം.